Hello students, welcome back to the new session of Object-Oriented Programming Concepts. In the last class, we have studied about the basic concepts of packages, which includes type of packages, how to create and use a package, etc. In this session, we will going to discuss the remaining concepts about packages such as the access modifiers, adding multiple classes to a package, etc. We have already studied about how to add a class to a package created by user. Today, we will discuss about how to add multiple classes to a package. A Java source file can have only one class declared as public. We cannot put two or more public classes together in a .java file. This is because of the restriction that the file name should be same as the name of public class with the .java extension. If we want to add multiple classes under a package, we need to be declared them as public. So, we have to store them in separate source files and attach the package statement as the first statement in those source files. So, to create a new class to a package, we have to create new source file. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈപാക്ക് എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൽ മൈ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സും ആഡ് ചെയ്തിരുന്നു. ഇനി നമുക്ക് മൈ ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ക്ലാസ് ആ ഒരു പാക്കേജിലേക്ക് തന്നെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ സോഴ്സ് ഫയലിൽ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഓരോ പുതിയ ക്ലാസ്സും ആ പാക്കേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സോഴ്സ് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഓരോ സോഴ്സ് ഫയലിൻ്റെയും ഫസ്റ്റ് ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പാക്കേജ് നെയിം ആഡ് ചെയ്യും വേണം. ഓക്കെ, ദാറ്റ് ഈസ് to add the class my class 2 to the package mypack, we have used the source file, that is package mypack എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ലൈൻ കൊടുക്കുക. ദാറ്റ് ഈസ് ഏത് പാക്കേജിലേക്കാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത പോലെ തന്നെ പാക്കേജ് mypack എന്ന് പറഞ്ഞ് കൊടുക്കുക. ദെൻ അതിനുശേഷം നമുക്ക് ഏത് ക്ലാസ് ആണോ അഡീഷണലി ആഡ് ചെയ്യേണ്ടത് ആ ക്ലാസ് കൊടുത്തു. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ക്ലാസ് my class 2 ആണ്. സോ ഇറ്റ് ഷുഡ് ബി ഓൾസോ ഡിക്ലെയർഡ് ആസ് പബ്ലിക്. ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും പബ്ലിക് ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ സോഴ്സ് ഫയലിൽ മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ പബ്ലിക് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു പാക്കേജിലേക്ക് എത്ര ക്ലാസ്സുകൾ ആഡ് ചെയ്യണോ അതിനെല്ലാം വേണ്ടി സെപ്പറേറ്റ് സോഴ്സ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ മൈ ക്ലാസ് 2 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഡിസ്പ്ലേ 2 എന്ന് പറഞ്ഞൊരു മെത്തേഡും ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഫയൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു സേവിങ് മൈ ക്ലാസ് 2.java എന്ന് പറഞ്ഞ പേരിൽ ഇത് mypack എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. കമ്പൈൽ യൂസിങ് javac my class 2.java എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫയലിനെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ mypack എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ ഉള്ളിൽ രണ്ട് ക്ലാസ്സുകൾ റെഡി ടു യൂസ് ആണ്. ദാറ്റ് ഈസ് മൈ ക്ലാസ് ആൻഡ് മൈ ക്ലാസ് 2. ദെൻ എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ പ്രോഗ്രാമിലേക്ക് യൂസ് ചെയ്യണമെന്നാണ് പറയണേ. അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് സോഴ്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ദെൻ യൂസിങ് ദ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ട് mypack.star, ദാറ്റ് ഈസ് നമുക്ക് ഈ പാക്കേജുകളെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ വി യൂസ് ദ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ട് mypack.star. സോ mypack.star എന്ന് കൊടുക്കുമ്പോൾ mypack എന്ന് പറഞ്ഞ പാക്കേജിൽ ഏതൊക്കെ ക്ലാസ്സുകൾ ഉണ്ടോ അതെല്ലാം നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ടായി വരും. ദെൻ അതിനുശേഷം ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, മെയിൻ സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഈ പാക്കേജിലുള്ള രണ്ട് ക്ലാസ്സിലെയും മെത്തേഡ്സിനെ ആക്സസ് ചെയ്യണം. സോ നമ്മുടെ രണ്ട് ക്ലാസ്സിൻ്റെയും ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് മൈ ക്ലാസ് my1 എന്ന് പറഞ്ഞിട്ടും മൈ ക്ലാസ് my2 എന്ന് പറഞ്ഞിട്ടും രണ്ട് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ my1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് മൈ ക്ലാസ്സിലുള്ള മെത്തേഡിനെയും കോൾ ചെയ്തു. അതുപോലെ my2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് മൈ ക്ലാസ് 2ലുള്ള മെത്തേഡിനെയും കോൾ ചെയ്തു. സോ അതിൽ രണ്ടിലും നമ്മൾ എന്താണോ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിരിക്കണേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇവിടെ കിട്ടി. സോ അങ്ങനെയാണ് ഒരു പാക്കേജിലേക്ക് നമ്മൾ മൾട്ടിപ്പിൾ ക്ലാസ് ആഡ് ചെയ്യുന്നതും ദെൻ ആ പാക്കേജ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ക്ലാസ്സിലുള്ള മെത്തേഡ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹൈഡിങ് ക്ലാസ്. When we import a package within a program, only the classes declared as public in that package will be made accessible within this program. In other words, the classes not declared as public in that package will not be accessible within this program.
നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പാക്കേജിലേക്ക് ഒന്നിലധികം ക്ലാസ്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഓരോ ക്ലാസ് ആഡ് ചെയ്യാനും സെപ്പറേറ്റ് ആയിട്ടുള്ള സോഴ്സ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ സോഴ്സ് ഫയലിൻ്റെയും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പാക്കേജ് നെയിം എന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരൊറ്റ ഫയലിൽ തന്നെ ഒന്നിലധികം ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. എക്സാമ്പിൾ, ഇപ്പൊ പാക്കേജ് മൈ പാക്ക് എന്ന് പറഞ്ഞൊരു ക്ലാസ് പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ പബ്ലിക് ക്ലാസ് എ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ എഴുതി. അതേ സോഴ്സ് ഫയലിൽ തന്നെ ഞാൻ ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യാണ്. സോ നമുക്കൊരു സോഴ്സ് ഫയലിൽ ഒന്നിലധികം ക്ലാസ്സുകൾ പബ്ലിക് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് ബി ഒരിക്കലും പബ്ലിക് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈ പാക്ക് എന്ന് പറഞ്ഞ പാക്കേജിന്റെ അണ്ടറിൽ ക്ലാസ് എയും വരും, ക്ലാസ് ബിയും വരും. പക്ഷേ ഇവിടെ ക്ലാസ് ബി പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്ലാസ്സുകളെ നമുക്ക് ഈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ട് വേറൊരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാത്ത ക്ലാസ്സുകളെ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് അവൈലബിൾ ആവില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് സോഴ്സ് ഫയൽസ് വഴി ഒരു പാക്കേജിലേക്ക് ആഡ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം പബ്ലിക് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകളെയാണ് ഹൈഡിങ് ക്ലാസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈ ക്ലാസ് ഹൈഡ് ചെയ്തിട്ടിരിക്കും. നമുക്ക് ഒരിക്കലും ഈ ക്ലാസ്സുകളെ വേറൊരു പ്രോഗ്രാമിലേക്ക് ഈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് പുറത്തുള്ള ഒരു പ്രോഗ്രാമിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദാറ്റ് ക്ലാസ് ഈസ് ഇൻവിസിബിൾ ആണ്. അപ്പോൾ ചില കേസുകളിൽ നമുക്കൊരു പാക്കേജിൻ്റെ ഉള്ളിൽ ഇൻവിസിബിൾ ആയിട്ട് ദാറ്റ് ഈസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി ചില ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് പുറത്തുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ചില അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റിനെയാണ് ഹൈഡിങ് ക്ലാസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഇൻവിസിബിൾ ടു ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, then next we move on to Java access modifiers. It is an important concept. ജാവയിൽ നമ്മൾ ഏതൊക്കെ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാമെന്നാണ് പറയണേ. നമ്മൾ ഓൾറെഡി ഒരുപാട് ജാവ പ്രോഗ്രാംസ് ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് ഒന്നും യൂസ് ചെയ്തില്ല. പലപ്പോഴുമായിട്ട് ക്ലാസ്സുകൾക്ക് പബ്ലിക് അല്ലെങ്കിൽ മെത്തേഡിന് പബ്ലിക് എന്ന് കൊടുക്കുന്നല്ലാതെ ബാക്കിയുള്ള ആക്സസ് മോഡിഫയേഴ്സ് ഒന്നും നമ്മൾ റെഗുലർലി യൂസ് ചെയ്തിരുന്നില്ല. പക്ഷെ ജാവയിൽ നിങ്ങൾ സീലൊക്കെ പഠിച്ച പോലെ തന്നെ 4 ആക്സസ് മോഡിഫയേഴ്സ് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് വി ക്യാൻ ഡിഫൈൻ ദ scope of a variable or method or class by using access modifiers. The scope of an entity is the region in which it is accessible. Java has the following 4 levels of controlling access to a variables, methods and classes. 4 types of access modifiers in Java, which is private, public, package and protected. 4 എണ്ണമുള്ളത്. നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് പ്രൈവറ്റ്. Variables generally declared with the access control modifier private. In such a case, they can be accessed only by methods of the class in which they are defined. Methods are rarely declared to be of type private. Such method can be invoked only by the methods in the class in which that method is defined. സാധാരണയായിട്ട് നമ്മൾ വേരിയബിളിനോ മെത്തേഡിനോ പ്രൈവറ്റ് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ കൊടുക്കുകയാണെങ്കിൽ ആ വേരിയബിളിനെയും ആ മെത്തേഡിനെയും ഏത് ക്ലാസ്സിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ക്ലാസ്സിലുള്ള മെത്തേഡ്സുകൾക്ക് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പുറത്തുള്ള ഒരു ക്ലാസ്സിനും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ വേരിയബിളിന് ചിലപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആക്കി കൊടുക്കും ഫോർ പ്രൊട്ടക്ഷൻ. പക്ഷേ മെത്തേഡുകൾ വളരെ റയറായ കേസിൽ മാത്രമേ പ്രൈവറ്റ് ആക്കി കൊടുക്കാറുള്ളൂ. അത് കാരണം ആ മെത്തേഡുകൾ ആ ക്ലാസ്സിന് പുറത്ത് എവിടെയും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, then next is public access. When the public access control modifier is specified for a variable or method or class, it can be accessed by methods of any class in the same package or a different package. Methods are generally declared to be public. Classes are provided public access if they should have very wide visibility. ഓക്കെ, മെത്തേഡ്സുകൾക്ക് സാധാരണയായിട്ട് പബ്ലിക് ആക്സസ് ആണ് കൊടുക്കാറ്. പബ്ലിക് മീൻസ് ആ സെയിം ക്ലാസ്സിലും പുറത്തുള്ള സെയിം പാക്കേജിലുള്ള വേറെ ഏത് ക്ലാസ്സിലും ഡിഫറെൻറ്റ് പാക്കേജിലുള്ള വേറെ ഏത് ക്ലാസ്സിലും എല്ലാം വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിളിനോ മെത്തേഡിനോ ക്ലാസ്സിനോ ഒക്കെ പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പാക്കേജ് ഓർ ഡീഫോൾട്ട് ആക്സസ്. സാധാരണയായിട്ട് നമ്മൾ ജാവ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വിസിബിലിറ്റി ഒന്നും കൊടുക്കാത്ത കേസിൽ ജാവയിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ആക്സസ് മോഡിഫയർ ആണ് ഡീഫോൾട്ട് ഓർ പാക്കേജ് ആക്സസ് മോഡിഫയർ. If we do not specify an access control modifier, then the default package or default.
If a variable or method or class has package access, then it can be accessed by all methods of class in the same package. The package access is a good default option for classes, but this access is not preferable for variables and methods. It is better that variables are private and methods are public. Okay. That is package access modifier use cheyanengil package access modifier vechittu nammal oru variable neyo allengil methods neyo create cheyanengil aa methods variables okke aa oru package il edu class aanengilum package galilla classugalilokke available avum pakshe vera oru package ilike aa oru variable neyo allengil method neyo access cheyanayittu pattilla adana package access nu parayunnathu. Then protected access. When the protected access control modifier is specified for a variable or method in a class, it can be accessed by the methods of the same class, subclasses in the same package and non-subclasses in the same package. Furthermore, protected variables and methods can be accessed by all the methods of the subclass in different package. The visibility level of a protected field lies in between public access and package access. Note that non-subclasses in other packages cannot access the protected members. That is, ഒരു public access modifier നെയും package access modifier നെയും middle കിടക്കുന്ന ഒരു access modifier ആണ് protected access modifier. Okay. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഇവിടെ 5 കേസാണ് പറയുന്നത്. സെയിം ക്ലാസ്, സെയിം പാക്കേജ് സബ് ക്ലാസ്, സെയിം പാക്കേജ് നോൺ സബ് ക്ലാസ്സസ് ആൻഡ് ഡിഫറെൻറ്റ് പാക്കേജ് സബ് ക്ലാസ്, ഡിഫറെൻറ്റ് പാക്കേജ് നോൺ സബ് ക്ലാസ്സസ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിളിനോ മെത്തേഡിനോ ക്ലാസ്സിനോ കൊടുത്താൽ ആ ഒരു ക്ലാസ്സിൽ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. പബ്ലിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതിലെ എല്ലാ ഫീൽഡിലും ആ വാരിയബിൾ ആയാലും മെത്തേഡ് ആയാലും ആക്സസിബിൾ ആയിരിക്കും. ഇനി നമ്മൾ നോർമലി ഡീഫോൾട്ട് ആയിട്ട് കൊടുക്കുന്ന നോ മോഡിഫയർ ആവുന്ന കേസിൽ, ദാറ്റ് ഈസ് പാക്കേജ് ആക്സസിൽ, ആ വാരിയബിൾ ആയാലും മെത്തേഡ് ആയാലും ഇറ്റ് ഷുഡ് ബി ആക്സസ് വിത്തിൻ ദ സെയിം ക്ലാസ്, സെയിം പാക്കേജ് സബ് ക്ലാസ് ആൻഡ് സെയിം പാക്കേജ് നോൺ സബ് ക്ലാസ്. അതായത് ആ ഒരൊറ്റ സെയിം പാക്കേജിലുള്ള സബ് ക്ലാസ്സിലായാലും നോൺ സബ് ക്ലാസ്സിലായാലും ഒക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഡിഫറെൻറ്റ് പാക്കേജിലൊന്നും അത് ആക്സസിബിൾ ആയിരിക്കില്ല. ഓക്കെ. ഇനി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ആക്സസ് മോഡിഫയർ വെക്കുന്നതെങ്കിൽ, ഒരു വാരിയബിളിൻ്റെയോ മെത്തേഡിൻ്റെയോ കൂടെ പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയർ ആണ് വെക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആക്സസ്ഡ് വിത്തിൻ ദ സെയിം ക്ലാസ്, സെയിം പാക്കേജ് സബ് ക്ലാസ്, സെയിം പാക്കേജ് നോൺ സബ് ക്ലാസ് ആൻഡ് ഡിഫറെൻറ്റ് പാക്കേജ് സബ് ക്ലാസ്. ഓക്കെ. സോ ഈ നോ മോഡിഫയറിൻ്റെയും പബ്ലിക്കിൻ്റെയും ഇടയിലാണ് ഈ പ്രൊട്ടക്റ്റഡ് വരുന്നത്. ദാറ്റ് ഈസ് നമ്മൾ നോ മോഡിഫയർ പോലെ പറഞ്ഞ പോലെ തന്നെ സെയിം പാക്കേജിലെല്ലാം പ്രൊട്ടക്റ്റഡ് ആക്സസ് അവൈലബിൾ ആവും. അതുകൂടാതെ ഡിഫറെൻറ്റ് പാക്കേജിലുള്ള സബ് ക്ലാസ്സിലും ഇത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ജാവയിലുള്ള മെയിൻ ആയിട്ടുള്ള 4 ആക്സസ് മോഡിഫയേഴ്സ്. ഓക്കെ. ആ സംഭവം തന്നെ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്ത് പറയാണ്. എനിത്തിങ് ഡിക്ലെയർഡ് പബ്ലിക് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവെയർ. എനിത്തിങ് ഡിക്ലെയർഡ് പ്രൈവറ്റ് ക്യാൻ സീൻ ഓൺലി വിത്തിൻ ദാറ്റ് ക്ലാസ്. If access specifier is not mentioned, an element visible to subclasses as well as to the classes in the same package. Lastly, anything declared protected element can be seen outside your current package but only to classes that subclass your class directly. Okay. Then this is an example of protected access. നമ്മളിപ്പോൾ പറഞ്ഞു protected എന്ന് പറഞ്ഞൊരു ആക്സസ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ഞാനിവിടെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, പാക്കേജ് മൈ പാക്ക്. അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡാറ്റ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആസ് പ്രൊട്ടക്റ്റഡ്. Okay, protected int data equal to 20. നമ്മളിവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ it should be in default access ആയിരിക്കും. ഇവിടെ protected കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് protected access modifier ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ദെൻ അതിനുശേഷം ഞാൻ ഈ ഒരു പാക്കേജിനെ കമ്പൈൽ ചെയ്ത് റെഡിയാക്കി വെച്ചു. ദെൻ വേറൊരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഈ ക്ലാസ്സിനെ യൂസ് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി ഇമ്പോർട്ട് mypack ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്തു. ഡാറ്റ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തെടുത്തു. ദെൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഡാറ്റ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു സബ് ക്ലാസ് ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്ലാസ് ആക്സസ് ഡാറ്റ എക്സ്റ്റെൻസ് ഡാറ്റ.
ദെൻ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ് വെച്ചിട്ട് ഇവിടെ ഞാൻ ഡിക്ലെയർ ചെയ്ത വാരിയബിൾ എന്താണോ ആ വാരിയബിളിനെ ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മെയിൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ മെത്തേഡിനെ ഞാൻ കോൾ ചെയ്യുന്നു. ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മെത്തേഡിനെ ഞാൻ കോൾ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടെ നടക്കുന്നത് ഇതൊരു പാക്കേജ് ആണ്. ഓക്കെ, ഈ മൈപാക്ക് എന്ന് പറഞ്ഞ പാക്കേജിലുള്ള ക്ലാസ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പാക്കേജ് മോഡിഫയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പാക്കേജ് എന്ന് പറയുന്ന ലൈൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ക്ലാസ്സിനെ നമ്മൾ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ പാക്കേജിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ ക്ലാസ് എപ്പോഴും ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു പാക്കേജിലാണ് ജാവയിൽ ലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വേറൊരു പാക്കേജിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു പാക്കേജിലാണ്, ഇത് വേറൊരു പാക്കേജിലാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പാക്കേജിലുള്ള ഡാറ്റേനെ വേറെ ഒരു പാക്കേജിൻ്റെ സബ് ക്ലാസ്സിലേക്കാണ് യൂസ് ചെയ്യണത്. ഓക്കെ, വേറൊരു പാക്കേജിലുള്ള ഈ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്. ഇവിടുത്തെ കേസിൽ രണ്ട് പാക്കേജാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു പാക്കേജിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിനെ വേറെ ഒരു പാക്കേജിലുള്ള സബ് ക്ലാസ്സിൽ, ദാറ്റ് ഈസ് ഈ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് വേറൊരു പാക്കേജിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു കേസിൽ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയർ കൊടുത്തിട്ടില്ല എങ്കിൽ ഡീഫോൾട്ട് ആക്സസ് മോഡിഫയർ ആവും. ഡീഫോൾട്ട് ആക്സസ് മോഡിഫയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെയിം പാക്കേജിലുള്ള ക്ലാസ്സുകൾക്കും സബ് ക്ലാസ്സുകൾക്കും മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെ പ്രൊട്ടക്റ്റഡ് അല്ല, നോർമലി നമ്മൾ ഡീഫോൾട്ടാണ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്കിവിടെ ഈ ഷോ ഡാറ്റ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഡാറ്റേനെ ഇവിടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ എറർ കാണിക്കും, കാരണം അതിനിവിടേക്ക് ആക്സസിബിലിറ്റി ഇല്ല എന്ന് കാണിക്കും. പക്ഷേ ഞാനിവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊടുത്തത് കൊണ്ട് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയറിൽ പറഞ്ഞു സെയിം പാക്കേജിലെല്ലാം കിട്ടും, കൂടാതെ അതർ പാക്കേജിലുള്ള സബ് ക്ലാസ്സുകൾക്കും കിട്ടും. സോ ഇവിടെ ആ കേസാണ് വരുന്നത്, അതർ പാക്കേജിലുള്ള സബ് ക്ലാസ്. ഓക്കെ, അതുകൊണ്ട് ഈ 20 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡാറ്റേനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡാറ്റ നമുക്ക് 20 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ കിട്ടും. സോ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഇതാണ് ഒരു പ്രൊട്ടക്റ്റഡ് ആക്സസിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ടുഡേസ് സെഷൻ. അപ്പോൾ നമ്മൾ ജാവ പാക്കേജ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. 2 ക്ലാസ്സുകളിലായിട്ട് ജാവയിൽ പാക്കേജുകൾ എത്ര ടൈപ്പ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ബിൽറ്റ് ഇൻ പാക്കേജുകളായാലും യൂസർ ഡിഫൈൻഡ് പാക്കേജുകളായാലും എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ പുതിയ ക്ലാസ്സുകൾ നമുക്ക് പാക്കേജുകളിലേക്ക് ആഡ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ആക്സസ് മോഡിഫയർ ഏതൊക്കെയാണ്, അതൊക്കെയാണ് ഇന്ന് കവർ ചെയ്തത്. ലെറ്റ് മീ വൈൻഡ് അപ്പ്. താങ്ക് യു.